നമസ്കാരം, എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. UAE-യുടെ പാസ്പോർട്ട് ലോകത്തിലെ ഏറ്റവും ശക്തമായ പാസ്പോർട്ടായി അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. UAE പാസ്പോർട്ട് ഉടമകൾക്ക് 180 രാജ്യങ്ങളിൽ അനായാസം പ്രവേശിക്കാൻ സാധിക്കും. അതുപോലെ ഇന്ത്യ ഉൾപ്പെടെ 82 രാജ്യങ്ങളിൽ നിന്നുള്ള പൗരന്മാർക്ക് മുൻകൂർ വിസ ഇല്ലാതെ തന്നെ ഇനി UAE-യിൽ പ്രവേശിക്കാമെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. പാസ്പോർട്ട് കൈവശമുള്ള എല്ലാ ഇന്ത്യൻ പൗരന്മാർക്കും ഓൺ അറൈവൽ വിസ ലഭിക്കും. 14 ദിവസത്തെ വിസ ലഭിക്കാനും ആവശ്യമെങ്കിൽ രാജ്യത്ത് നിന്നുകൊണ്ട് തന്നെ അത് 14 ദിവസം കൂടി വിസ കാലാവധി ദീർഘിപ്പിക്കാനും കഴിയും. അബുദാബി, ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ, ഫുജൈറ എന്നിവിടങ്ങളിൽ ഇമിഗ്രേഷൻ അതോറിറ്റിയാണ് വിസ ദീർഘിപ്പിച്ചു നൽകുന്നത്. ഈ വിസയ്ക്ക് ഓൺലൈനായി മുൻകൂട്ടി അപേക്ഷിക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. ഔദ്യോഗിക ഗവൺമെന്റ് വെബ്സൈറ്റ് വഴി UAE വിസയ്ക്ക് ഓൺലൈനായി അപേക്ഷ നൽകാം. ഒന്ന്, വെബ്സൈറ്റിലെ മെനു ടാബിലെ പബ്ലിക് വിസ സേവനങ്ങൾ ക്ലിക്ക് ചെയ്യുക. 2, അടുത്തതായി പ്രത്യേക വിസയുള്ളവർക്ക് എൻട്രി പെർമിറ്റ് അനുവദിക്കുക എന്ന സെലക്ഷനും തുടർന്ന് സർവീസ് ആരംഭിക്കുക എന്ന ബട്ടണിലും ക്ലിക്ക് ചെയ്യുക. 3, ഇനി പറയുന്ന വിശദാംശങ്ങൾ നൽകി അപേക്ഷ പൂരിപ്പിക്കാം. 1, പൂർണ്ണമായ പേര്, നിങ്ങൾ താല്പര്യപ്പെടുന്ന ഭാഷ, വിസ അനുവദിക്കേണ്ട വകുപ്പ്, നിലവിലെ നാഷണാലിറ്റി, തൊഴിൽ, ജനന തീയതി, ജനന സ്ഥലം, ലിംഗഭേദം, പാസ്പോർട്ട് അനുവദിച്ച സ്ഥലവും രാജ്യവും, പാസ്പോർട്ട് നമ്പരും തരവും, പാസ്പോർട്ട് കാലഹരണ തീയതി, മതവും വൈവാഹിക നിലയും, യോഗ്യത, ഇമെയിൽ വിലാസം എന്നിവയാണ്. ഇനി അടുത്തതായി നിങ്ങളുടെ UAE വിലാസം നൽകണം. താമസിക്കുന്ന ഹോട്ടലിന്റെ വിലാസമോ സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ കൂടെയാണ് താമസിക്കുന്നതെങ്കിൽ അവിടുത്തെ റെസിഡൻഷ്യൽ വിലാസമോ നൽകിയാൽ മതിയാകും. 5, പ്രത്യേക വിസ വിവരങ്ങൾ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. എൻട്രി പെർമിറ്റ്, വിസിറ്റ് വിസ അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ ഇതിൽ ചേർക്കാവുന്നതാണ്. റെസിഡൻസ് പെർമിറ്റ്, വിസ, ഗ്രീൻ കാർഡ് ഇഷ്യൂ, കാലഹരണപ്പെടൽ എന്നിവ നൽകുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. 6, നിങ്ങളുടെ പാസ്പോർട്ട് പകർപ്പും EU, US, UK സന്ദർശന വിസയും താമസാനുമതിയും ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്യുക. ഈ വിസ 14 ദിവസത്തേക്ക് കൂടി നീട്ടാൻ UAE വിദേശകാര്യ മന്ത്രാലയം അനുവദിക്കുന്നുണ്ട്. ദുബായിൽ വിസ നീട്ടണമെങ്കിൽ ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സ് ദുബായ് വഴിയാണ് ഇത് ചെയ്യേണ്ടത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.